ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഡൽഹിയിലെ കലാപവുമായി ബന്ധപ്പെട്ട 1000-ഓളം ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 99.9% സംഘപരിവാറിന്റെ കൊടും ക്രൂരത വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളാണ്. മുസ്ലിങ്ങൾ പ്രതിരോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. അത് 1-2 മാത്രമാണ് പ്രതിരോധിക്കുന്നതിന്റെ ദൃശ്യം. പക്ഷേ ഈ 99% വരുന്ന RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കൊടും ക്രൂരതയുടെ മുഖത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ കേരളത്തിലെ സംഘിമാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അവർക്ക് വേണ്ടത് മുസ്ലിങ്ങളെയാണ്. മുസ്ലിങ്ങൾ കല്ലെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ പൊങ്കാലയാണ്, ഉത്സവമാണ്. അങ്ങനെ വാർത്ത കൊടുക്കുന്ന സംഘിമാധ്യമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളക്കാർക്കൊക്കെ വളരെ വ്യക്തമായ ഒരു ഉത്തരമുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്തരം മാധ്യമങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു മറുപടി നൽകുകയാണ് ഡൽഹിയിലെ മുസ്ലിം സഹോദരങ്ങൾ. വടക്ക് കിഴക്കൻ മേഖലകളിൽ കയറി ചെന്ന് ക്രൂരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ട വാഹനങ്ങൾക്ക് നേരെ, കടകമ്പോളങ്ങൾക്ക് നേരെ, ആരാധനാലയങ്ങൾക്ക് നേരെ കല്ലെറിയുകയും മുസ്ലിം സഹോദരങ്ങളെ ആക്രമിക്കുകയും ചെയ്ത കലാപകാരികളിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് ഡൽഹി പോലീസ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ജയശ്രീരാം വിളിച്ച് സെൽഫി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ച യുവാവിനെ വടക്ക് കിഴക്കൻ മേഖലകളിലെ യുവാക്കൾ കയ്യോടെ പിടികൂടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? മുസ്ലിങ്ങൾക്കിടയിൽ ആക്രമണം അഴിച്ചുവിട്ട കലാപകാരിയാണ്. സ്വാഭാവികമായി ഒന്ന് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അയാളെ എന്തു ചെയ്യും എന്നുള്ളത്. പക്ഷേ വടക്ക് കിഴക്കൻ മേഖലകളിലെ മുസ്ലിം സഹോദരങ്ങൾ അതിന് തയ്യാറായില്ല. അയാളെ പിടിച്ചിട്ട് ഒരു റൂമിനകത്തിട്ടിട്ട് ഒരു ദൃശ്യം അവർ പകർത്തി നവമാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞു, ഇതാ ഇയാളാണ് ആ കലാപകാരി, ഇയാളെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ അയാളുടെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല, അയാളെ ഞങ്ങൾ ഒന്ന് ഉപദ്രവിച്ചിട്ട് പോലുമില്ല, അയാളെ ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ് പോലീസിന്. ഇതല്ലേ യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത്? മനുഷ്യത്വം എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഇതല്ലേ? അല്ലാതെ 80 വയസ്സുകാരിയായിട്ടുള്ള വൃദ്ധയായ സ്ത്രീയുള്ള ഒരു വീടിനകത്ത് തീയിട്ട് കത്തിക്കുന്നവർ, മാനസിക വൈകല്യമുള്ള 22 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ കത്തിച്ചവർ, അവരല്ലേ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ? ഈ മുസ്ലിം സഹോദരങ്ങളല്ലേ യഥാർത്ഥ രാജ്യസ്നേഹികൾ? നിങ്ങളൊന്ന് തുറന്നു പറയണം. കലാപം അഴിച്ചു വിട്ടവന് മാപ്പ് കൊടുത്തു വിട്ട നന്മയുള്ള പ്രതീകങ്ങൾ ഇവരാണിപ്പോൾ നവമാധ്യമങ്ങളിലൂടെ താരമായി മാറിയിരിക്കുന്നത്. ഒവൈസി ആ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് വലിയ രീതിയിൽ വിളിച്ചു പറയുന്നുണ്ട്, ഇതാവണം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്. ഇതാണ് രാജ്യത്തെ മുസ്ലിങ്ങളും ചെയ്യേണ്ടത്. നമ്മൾ ആരെയും ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം മുസ്ലിങ്ങൾ ഈ ദൃശ്യത്തിലൂടെ നൽകുമ്പോൾ കേരളത്തിലെ സംഘിമാധ്യമങ്ങളെ ഇത് വാർത്തയാക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ദൃശ്യമിടുന്ന സംഘിച്ചേച്ചി നിങ്ങൾക്ക് ഒരു വാർത്തയാക്കാൻ പറ്റുമോ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട്? പറ്റുമെങ്കിൽ ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. എന്തിനാണെന്നറിയുമോ? നിങ്ങളിൽ മനുഷ്യത്വമുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.